വെയിലാണ്. റിനു, ഇത്രയും വെയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്താണ് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്, എങ്കിലും ചൂടാണല്ലോ. അതെ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിന് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഞാനിതിപ്പോ ശരിക്കും മനസ്സിലാക്കുന്നു. കുറെ നാളെ ഈ വെയിൽ കൊണ്ടിട്ടാണ് എസിലോട്ട് കയറിയതെങ്കിലും ഇപ്പൊ വീണ്ടും വെയിലത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിൽ. അല്ല, ഈ കലോത്സവത്തിന്റെ ചൂടേറുന്നതോടൊപ്പം പ്രകൃതിക്കും പക്ഷേ അതൊരു വൈബാണ് അല്ലേ റഹീസ? എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രി എത്തി, മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, പൈലറ്റ് എത്തി, മുഖ്യമന്ത്രി വരുന്നത് ഞാൻ അടുത്ത് കണ്ടിട്ട് കുറെ കാലമായി. അതാ അടുത്ത് കണ്ടോ? സുജയുടെ ആഗ്രഹം കഴിഞ്ഞോ? അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നത് എന്തായാലും അടുത്ത് കണ്ടു. ഇനി മുഖ്യമന്ത്രിയുടെ അടിപൊളി പ്രസംഗം ആണോ? കാരണം ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് സാധാരണ പ്രസംഗിക്കുന്ന പോലെയുള്ള ഒരു പ്രസംഗം ആയിരിക്കില്ല. നമുക്ക് ആ പ്രസംഗത്തെ പറ്റി ഒരു പാക്കേജ് ചെയ്യാം. ഉറപ്പായിട്ടും CM-ന്റെ ശൈലി രസകരമായി സദസ്സ് അറിഞ്ഞ് പ്രസംഗിക്കുന്ന നിറഞ്ഞ സദസ്സാണ്, കുട്ടികളാണ്. ഇന്നത്തെ CM-ന്റെ പ്രസംഗം എന്തായാലും ഇപ്പോ CM നടത്തി വരുന്നത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലെ പ്രസംഗമാണ്. വളരെ ഗൗരവപ്പെട്ട പ്രസംഗമാണ്. കുട്ടികളോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളതിലൊരു കൗതുകമുണ്ട്. അതിലൊരു കുട്ടിത്തം ഉണ്ടാവും അല്ലേ? സ്വാഭാവികമായും എന്തായാലും കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും പ്രസംഗം തയ്യാറാക്കി. നമ്മളെ ആകർഷിക്കുമെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടികൾക്ക് ഇപ്പൊ തന്നെ തുടക്കം. എങ്ങനെയാണ് ഈ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ മത്സരങ്ങൾ ആരംഭിക്കും. ആദ്യ മത്സരങ്ങൾ ആരംഭിക്കും. എല്ലാ വേദികളിലും ആദ്യത്തെ മത്സരം ഏതാ? സംഘനൃത്തമാണ്. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും എന്തായാലും ഇതൊക്കെ പരിപാടികൾ തുടങ്ങാം. കുട്ടികളെല്ലാം സെറ്റാണ്. ലിസ്റ്റൊക്കെ ഉണ്ട് ദിലീപിന്റെ കയ്യില്. ആദ്യത്തെ മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരാ മോഹിനിയാട്ട സ്റ്റേജിലേക്ക് പോകുന്നത്? റഹീസിന് മോഹിനിയാട്ടം ഇഷ്ടമാണോ? ആദിലിന് മോഹിനിയാട്ടമാണോ ഭരതനാട്യം? എല്ലാം എടുക്കാം. ഒന്നാമത്തെ വേദിയിലെ മോഹിനിയാട്ടം, രണ്ടാമത്തെ ഭരതനാട്യം, മൂന്നാമത്തെ കുച്ചിപ്പുടി, നാലാമത്തെ സംസ്കൃത നാടകമുണ്ട് നാലാമത്തെ വേദിയിൽ, അഞ്ചാമത്തെ ഇംഗ്ലീഷ് സ്കിറ്റാണ്, പിന്നെ ആറാമത്തെ നമുക്ക് പ്രസാദനം ഇടാം. അതെ 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 അത് നന്നാകും. പിന്നെ അർബനമുട്ടുണ്ട്, ചാക്യാർകൂത്തുണ്ട്, ദേശഭക്തിഗാനം, കഥകളി, സിംഗിള്, ലളിതഗാനം, ഗിറ്റാറ്, പിന്നെ പഞ്ചവാദ്യം. പിന്നീടുള്ളത് ഇന്നത്തെ ആദ്യ ദിവസം ഇതൊക്കെയാണ്. പ്രധാന വേദിയിലാണ് അത്യാവശ്യം പോപ്പുലർ ഏറ്റവും ഗ്ലാമർ കലാരൂപം അപ്പോ മോഹിനിമാരെ കാണാനായി രഞ്ജിത്ത് നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത പിന്നെ നേരത്തെ സ്വന്തമായിട്ട് കമന്റ് ഇടുന്നതിന് കൂട്ടാതെ വേറെ ആളോടൊക്കെ വിളിച്ചു പറയും. ഞാൻ അടുത്ത് കണ്ടോണ്ടിരിക്കുക, എന്നെ പറ്റി കമന്റ് ഇട്, എന്റെ ഡ്രസ്സ് കൊള്ളാം, ഒരു ഷർട്ട് കൊള്ളാം, ഞാൻ സൂപ്പറാണ്. ഞാൻ പറഞ്ഞു അശ്വിനെ പറ്റി കമന്റ് ഇടുന്നില്ലായിരുന്നു. അപ്പൊ അശ്വിനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും വിളിച്ച് കമന്റ് ഇടിക്ക്. അതൊരു ഉപായം പറഞ്ഞു കൊടുത്താ, നമ്മളെ പേരിൽ പറഞ്ഞല്ലേ. സാധാരണ രഞ്ജിത്ത് ചെയ്യുന്ന ഉപായം ഒരാൾക്കും കൂടെ പറഞ്ഞു കൊടുത്തേ കമന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വയ്യ. ഇവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആ ഒരു വൈബിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്. ശരിക്കും ഒരു ടീം സ്പിരിറ്റിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാൾ വൈബായിരിക്കുമെന്ന് തന്നെയാണ്. അതെ, നമ്മൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ മത്സരങ്ങൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടായിരുന്നു ക്യാമറയുമായിട്ട്? ഇദ്ദേഹവും നമ്മുടെ കൂട്ടത്തിൽ പുതുതായിട്ട് വന്ന ആളാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൂടെയുള്ള ഒരു വൈബ്? നന്നായിരുന്നു. സാധാരണ കലോത്സവത്തിന് കഴിഞ്ഞ വർഷം പോയതിനേക്കാൾ വൈബായോ? അപ്പോൾ ക്ഷീണിച്ചു. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ ഇതുപോലെ എല്ലാവരും. ഇപ്പം എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. നമുക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക് പോകാം. നമുക്ക്